ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നമ്മളിന്ന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ എല്ലാ കർവുകളെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലാണ് മൈക്രോ എക്കണോമിക്സ് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഗ്രാഫുകളുള്ള, ഒരുപാട് കർവുകളുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം, പക്ഷെ സിമ്പിളാണ്. നമുക്ക് എല്ലാ ഗ്രാഫും ഈ ഒരു പാർട്ടിൽ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് കർവുകളുണ്ട് അല്ലേ, ടി പി, എ പി, എം പി ഉണ്ട്. കോസ്റ്റ് കർവ് SMC, SAC, AVC, AFC, TC, TFC, TVC. അയ്യോ കുറേ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ മക്കളെ. ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് കർവ്സ്, അതായത് ഔട്ട്പുട്ട് കർവ്സ് നോക്കാം. നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റും അറിയാം, മാർജിനൽ പ്രൊഡക്റ്റും അറിയാം. ആ കർവ് വരുന്നത് നോക്കിക്കേ. ടി പി ഇങ്ങനെ നോക്കിക്കേ മക്കളെ, ഇവിടുന്ന് ഇങ്ങനെ കൂടി വന്നിട്ട് ഇങ്ങനെ കുറയുന്നുണ്ട്. എം പി ദേ നോക്കിക്കേ, 0 ആകുന്നുണ്ട്, നെഗറ്റീവ് ആകുന്നുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നോക്കിയാലോ. ഇത് ഏത് ലോ ആണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നു, നെഗറ്റീവ് ആകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരുന്നൊരു തിയറിയാണ്. എന്തുകൊണ്ടാണ്? അഡീഷണൽ എംപ്ലോയ്മെൻറ്റ്. ഇപ്പം ഇങ്ങനെ പണിയെടുക്കാൻ സ്ഥലമില്ല, തിക്കി തിരക്കി ഒരാളും കൂടെ പിന്നെ ആൾക്കാർ ജോലി എടുക്കാൻ വരുന്ന സമയത്ത് ടി പി എന്ത് ചെയ്യും എന്നാണ് പഠിച്ചത്? ടി പി കുറയും, ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും എന്നാണ് പഠിച്ചത്. ഇവർ റിലേഷൻഷിപ്പ് നോക്കിയാലോ മക്കൾ. നോക്കിക്കേ, വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, എം പി ഇൻക്രീസസ്. ടി പി എന്താണ്? ഇൻക്രീസിങ് റേറ്റിൽ നല്ല രീതിയിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഉഷാറാണ് ടി പി. മേലേക്ക് കൂടുമ്പം എന്താണ് സംഭവിക്കുന്നത്? എം പിയും ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് പറയുന്നത്. നെക്സ്റ്റ്, വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഡിക്രീസിങ് റേറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓടി തളർന്ന് ക്ഷീണിച്ച ടി പി എന്താ ചെയ്യുന്നത്? ഇൻക്രീസിങ് റേറ്റിലാണെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷേ ഡിക്രീസിങ് റേറ്റ് ആണ്, കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എം പി എന്താ ചെയ്യുന്നത്? എം പി ഡിക്രീസസ്. എം പിയും കുറയുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. ബട്ട് എം പി പോസിറ്റീവാണ്, 0 ആകുന്നില്ല. എന്താകുന്നില്ല? 0 ആകുന്നില്ല. ഫസ്റ്റ് രണ്ടുപേരും കൂടുന്നു. ടി പി ഇൻക്രീസസ് ആണ്, ബട്ട് ഡിക്രീസിങ് റേറ്റ്. ഒരു ചെറിയ രീതിയിൽ മാത്രമേ കൂടുന്നുള്ളൂ. എം പിയും എന്താണ്? എം പിയും ഡിക്രീസസ്, ബട്ട് ഇറ്റ് റിമെയിൻ പോസിറ്റീവ്. 0 ആകുന്നില്ല, നെഗറ്റീവ് ആകുന്നില്ല, പോസിറ്റീവായിട്ട് നിലനിൽക്കുകയാണ്. വെൻ ടി പി റീച്ചസ് ഇസ് മാക്സിമം. ടി പിയുടെ മാക്സിമത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എം പി എന്താകും? 0 ആകും. സോ ടി പി മാക്സിമത്തിൽ എത്തുമ്പോൾ എം പി 0 ആകും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വെൻ ടി പി ഈസ് മാക്സിമം, എം പി എന്താണ്? 0 ആണോ, നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കാം. എന്താണ് ആൻസർ? എം പി 0 ആകും. സോ ടി പി മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ എം പി എന്താകും? 0 ആകും. വെൻ ടി പി ഡിക്രീസസ്, അവിടുന്ന് ടി പി കുറയാൻ തുടങ്ങുമ്പോഴത്തേക്കും എം പി എന്താണ് ആകുന്നത്? നെഗറ്റീവ് ആണ് ആകുന്നത്. ടി പി എവിടെ നിന്നാണോ കുറയുന്നത്, ടി പി മാക്സിമത്തിൽ എത്തുമ്പോൾ എം പി 0 ആണ്. എന്നാൽ ടി പി കുറയാൻ തുടങ്ങുന്നിടത്ത് എം പി എന്താകും? നെഗറ്റീവ് ആകും. മക്കളെ, സിമ്പിൾ അല്ലേ? ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനിയുള്ള 2 ആൾക്കാരാണ് എ പിയും എം പിയും, ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും. അപ്പം എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? നോക്കിക്കേ, ആസ് എ പി ഇൻക്രീസസ് വെൻ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. നോക്കിക്കേ, എ പി ഇവിടെ കൂടുന്നുണ്ട്, പക്ഷെ എ പി കൂടുന്നെങ്കിലും ആരാണ് ഏറ്റവും മുകളിലുള്ളത്? നമ്മുടെ എം പി സാറാണ് അല്ലേ. എം പി സാറാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. എ പി എന്താണ്? എ പി കൂടുന്നുണ്ട്, പക്ഷെ എം പി ആണ് കൂടുതൽ. എ പി റീച്ചസ് മാക്സിമം, എ പി ആൻഡ് എം പി വിൽ ബി ഈക്വൽ. എ പി മാക്സിമത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ എന്താകും? എ പി എം പിക്ക് ഈക്വൽ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? എ പിയുടെ മാക്സിമം പോയിന്റിൽ. എ പി മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു പോയിന്റിൽ എ പിയും എം പിയും ഈക്വൽ ആകും. അടുത്തത്, വെൻ എ പി ഡിക്രീസസ് എം പി ഇസ് ലെസ് ദാൻ എ പി. എ പി ദേ ഇവിടെ കുറയുമ്പോഴത്തേക്കും നോക്കിക്കേ, എം പി കുറവല്ലേ, എ പിയേക്കാൾ കുറവല്ലേ. മക്കളെ മനസ്സിലായോ? ഇത് ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറയുന്നത് എ പി കൂടുമ്പോൾ, എ പി കൂടണ സമയത്ത് എന്താ? എ പി കൂടണ സമയത്ത് നമ്മുടെ എം പി എന്ന് പറയുന്നത് എ പിയേക്കാൾ മുകളിലാണ്. അതായത് ഈ ഒരു പൊസിഷനിലാണ്, എം പി കൂടുതലല്ലേ. ഇനി എ പി കുറയണ സമയത്ത്, എം പി കുറഞ്ഞപ്പോഴത്തേക്കും ആര് ബാക്കിലായി പോയി? നമ്മുടെ എം പി ബാക്കിലായി പോയി. മനസ്സിലായോ? സിമ്പിളായിട്ട് എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് റണ്ണിലെ. ഷോർട്ട് റൺ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ ഇസ് ഫിക്സഡ് ഫാക്ടറും ഉണ്ട്, വേരിയബിൾ ഫാക്ടറും ഉണ്ട്. 2 ഫാക്ടറും ഉള്ളതാണ് ഷോർട്ട് റൺ. ഒരു ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ മാത്രമുള്ളതാണ് ലോങ് റൺ. അപ്പം ഇവിടെ കോസ്റ്റ് കർവിലാണ് ഒരുപാട് കർവ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് TFCയുടെയും TVCയുടെയും TCയുടെയും കർവിനെ പറ്റി പഠിക്കാം. ഏതാണ്? TFC, TVC, TC. ഇവർ തമ്മിൽ കുറച്ചധികം ബന്ധങ്ങളുണ്ട്. എന്താണ്? ഔട്ട്പുട്ട് 0 ആകുമ്പോൾ
ടി വി സിയും എന്താകും? 0 ആകും. എന്തുകൊണ്ടാണ്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കോസ്റ്റാണ്. അതായത് ഇപ്പോൾ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പ്, മിസ് എപ്പോഴും പറയുന്നില്ല, ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഈ ഡ്രസ്സ് എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഓട്ടോ വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് 100 രൂപയായിരിക്കും ചിലവാകുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ എന്ത് ചെയ്യും? അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ ടെമ്പററി എംപ്ലോയീസിൻ്റെ സാലറി അതും മാറില്ലേ? അതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റും 0 തന്നെ ആയിരിക്കും. പക്ഷെ ഔട്ട്പുട്ട് 0 ആകുന്ന സമയത്ത് TFC എന്തായിരിക്കും? TFC ഉണ്ടാകും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാകും. എന്തുണ്ടാകും? ഫിക്സഡ്. ഒരു എക്സാമ്പിൾ പറയാം. പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് റെൻറ്റ് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ആ ഒരു കടയുടെ വാടക ചോദിക്കാനായിട്ട് ആ മുതലാളി വരുമ്പോഴത്തേക്കും ചേട്ടാ പ്രൊഡക്ഷൻ ഒന്നും നടന്നില്ല, പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? പോസിറ്റീവായിട്ട് ഉണ്ടാകും, 0 ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് കോസ്റ്റ് 20 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 20 തന്നെയായിരിക്കും. എക്സാമ്പിൾ ആണ്. അങ്ങനെ ഈ ഔട്ട്പുട്ട് 0 ആകുന്ന സമയത്ത് എന്തിന് ഈക്വൽ ആകും? നമ്മൾ പഠിച്ചത് TC TFCക്ക് ഈക്വൽ ആകും. എന്താവും? TC TFCക്ക് ഈക്വൽ ആകും. കാരണം TCയുടെ ഫോർമുല തന്നെ എന്താണ്? TVC പ്ലസ് TFC ആണ്. അപ്പോൾ TVC 0 ആണ്, നമ്മുടെ TFC 20 ആണെന്നുണ്ടെങ്കിൽ 20 തന്നെയായിരിക്കും TC. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVCയും 0 ആയിരിക്കും. ഔട്ട്പുട്ട് 0 ആകുന്ന സമയത്ത് TC എന്തിന് ഈക്വൽ ആകും? TFCക്ക്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ഈക്വൽ ആകും. സോ ഇത്രയും മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. നമുക്ക് മായ്ച്ചാളേ അല്ലേ? ഇനി നമ്മുടെ കർവ് നോക്കിക്കേ മക്കളെ. നമ്മുടെ TFC എന്താണ്? ഫിക്സഡ് ആണ് അല്ലേ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സഡ് ആണ്. ഫിക്സഡ് ആയതുകൊണ്ട് നോക്കിക്കേ, ഒരു ലീനിയർ, ഒരു പാരൽ ലൈൻ ആണല്ലേ? എക്സിന്, നമ്മുടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് TFC എന്ന് പറയുന്നത്. അപ്പോൾ TFC എന്താണ്? ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. എന്താണ്? ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, TFC. ഇനി TVC എവിടെ നിന്നാണ്? നമുക്കറിയാം ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് TVCയും 0 ആയിരിക്കും. അതുകൊണ്ടാണ് TVC ഇവിടുന്ന് തുടങ്ങുന്നത്. TVCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്പാണ് അല്ലേ? എസ് തിരിച്ചിട്ട പോലെയാണ്. എന്താണ്? ഇൻവേർട്ടഡ് എസ് ഷേപ്പ്. എസ് തിരിച്ചിട്ട പോലെ ഇങ്ങനൊരു സാധനമാണ്. ഇനി നോക്കിക്കേ, TCയുടെ ഷേപ്പും സെയിം തന്നെയാണ്, ഇൻവേർട്ടഡ് എസ് ഷേപ്പാണ്. പക്ഷേ TC തുടങ്ങുന്നത് എവിടെ നിന്നാണ്? TFCയുടെ ഈ സൈഡിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് TFCയുടെ ഈ സൈഡിൽ തുടങ്ങുന്നത്? നമുക്കറിയാം ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TFC ആണ് TC എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂടി വരും. അപ്പം ഇതാണ് TCയുടെയും TVCയുടെയും TFCയുടെയും ഗ്രാഫ് എന്ന് പറയുന്നത്. TFC എന്ന് പറയുന്നത് ഒരു പാരലൽ ലൈൻ ആയിരിക്കും, നേരെ പോകുന്ന ലൈൻ ആയിരിക്കും. കാരണം എന്താ? ഫിക്സഡ് ആണ്. അവിടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നില്ല. TVCക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് TVC ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്പാണ്. TCയും ഇൻവേർട്ടഡ് എസ് ഷേപ്പാണ്. പക്ഷേ TC തുടങ്ങുന്നത് മക്കളെ ഒറിജിനിൽ നിന്നല്ല കേട്ടോ, ഇവിടുന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് പിന്നെയും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. സോ ഇങ്ങനൊരു കർവ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചാൽ മക്കൾ TCയും TVCയും TFCയും എവിടെ കൊടുക്കണം? Y ആക്സിൽ കൊടുക്കണം. കോസ്റ്റാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? Y ആക്സിൽ കൊടുക്കേണ്ടത്. ഔട്ട്പുട്ടാണ് X ആക്സിൽ കൊടുക്കേണ്ടത്. സോ നോട്ട് ചെയ്ത് വെക്കുക, കോസ്റ്റാണ് Y ആക്സിൽ, ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് X ആക്സിലാണ്. ഇനി AFCനെ പറ്റി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് AFCയുടെ ഷേപ്പ്? എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയല്ല, ഹൈപ്പർബോള. റെക്റ്റാങ്കുലർ ഞാൻ 6 കൊടുക്കുന്നുള്ളൂ. എന്താണ്? ഹൈപ്പർബോളയാണ്. അങ്ങനത്തെ ഒരു ഷേപ്പാണ്. AFCനെ പറ്റി നമ്മൾ കൂടുതൽ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. AFCയുടെ ഷേപ്പ് പഠിച്ചു വെക്കുക, റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇവർ 3 പേരുമാണ് നമ്മുടെ താരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട് തിരിഞ്ഞു പോകുന്നുള്ളത്. തിരിയാനായിട്ട് എളുപ്പമാണ്. കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏകദേശം ഒരേപോലെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം മിസ് എപ്പോഴും പറയുന്ന പോലെ കോസ്റ്റ് നമ്മൾ എവിടെ കൊടുക്കുക? Y ആക്സിൽ കൊടുക്കുക. Y എക്സും ഇതിൽ തിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടോ? ഒന്നുമില്ല. Y എന്ന് എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കുക. Y എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പം ഇതായിരിക്കും നമ്മുടെ Y ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും Y ആക്സിസ്. സോ ഈസി അല്ലേ അങ്ങനെ ആലോചിക്കാൻ? അങ്ങനെ ആലോചിക്കുക. ഔട്ട്പുട്ട് എക്സിൽ കൊടുക്കുക. SMC ഒരു ടിക്ക് ഷേപ്പാണല്ലേ? SIC നോക്കിയേ, ഒരു U ഷേപ്പ് പോലെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ഷേപ്പ് U ഷേപ്പ് ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വരച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു U ഷേപ്പ്, ഇവിടെ നിങ്ങൊരു ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, പക്ഷെ ഒരു U പോലെ നമുക്ക് തോന്നും. അപ്പം SICയുടെയും SMCയുടെയും SICയുടെയും AVCയുടെയും ഷേപ്പ് U ആണ്. എല്ലാ കർവിൻ്റെയും ഷേപ്പ് പഠിച്ചു വയ്ക്കുക. TCയുടെ ഷേപ്പ്, TVCയുടെ ഷേപ്പ് എന്താണ്? ഇൻവേർട്ടഡ് എസ്. TFC പാരലൽ ടു എക്സ് ആക്സിസ്. ഇതിൻ്റെ 3ൻ്റെയും U ഷേപ്പ്. AFC റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. എന്താണെടാ? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
എ വി സിയും എസ് എം സിയും തമ്മിലുള്ള ബന്ധം നോക്കാം. ആരൊക്കെ തമ്മിലാണ്? എ വി സിയും എസ് എം സി ആണ് ഫസ്റ്റ്. എ വി സി എസ് എം സിയും അതേപോലെ തന്നെ എസ് എ സി എസ് എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏകദേശം സെയിം തന്നെയാണ്. നോക്കിക്കേ മക്കളെ, എ വി സി ആൻഡ് എസ് എം സി ഇനീഷ്യലി ഫോൾസ് ആൻഡ് ലേറ്റർ റൈസ്. നോക്കിക്കേ, ആദ്യമേ ഇവർ രണ്ടുപേരും എസ് എം സിയും എ വി സിയും ആദ്യമേ കുറയാണ് അല്ലേ. നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടുകയാണ്. എ വി സി അതേപോലെ പിന്നെ കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടുകയാണ്. രണ്ടുപേരും ആദ്യമേ തളർന്ന് വന്ന് പിന്നെ മേലേക്ക് ഉയർന്ന് പോകുന്ന, ഹാർഡ് വർക്ക് കൊണ്ട് മേലേക്ക് ഉയർന്നു പോകുന്ന ആൾക്കാരാണ് ഫസ്റ്റ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് എ വി സിയും എസ് എം സിയും ഫസ്റ്റ് ഫോൾ ചെയ്തിട്ട് പിന്നെ ലേറ്റർ റൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. വെൻ എ വി സി ഫോൾസ് എം സി വിൽ ബി ലെസ് ദാൻ എ വി സി. എ വി സി കുറയുന്ന ഈ പോയിന്റ് കണ്ടോ മക്കളെ? ഈ കുറയുന്ന പോയിന്റിൽ എം സി എവിടെയാണ്? എ വി സിയേക്കാൾ കുറവല്ലേ? എ വി സി ഇങ്ങനെ ഓടുന്ന സമയത്ത് എസ് എം സി എന്ന് പറയുന്നത് എ വി സിയേക്കാൾ കുറവാണ്. ഈ ഒരു ഏരിയ ആണ്. എ വി സി ഇതെവിടെ കുറയുന്നു, എസ് എം സി ഇതാ നോക്കിയേ എ വി സിയേക്കാൾ താഴെയാണ്. നമുക്ക് ഗ്രാഫ് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നോക്കിക്കേ, എന്താണ് പോയിന്റ്? എ വി സി കുറയുന്ന സമയത്ത് രണ്ടുപേരും ഓട്ട മത്സരത്തിലാണെന്ന് വിചാരിക്കുക, എ വി സിയും എസ് എം സിയും. അപ്പം എ വി സി കുറയുന്ന സമയത്ത് എ വി സി ഒന്ന് ജസ്റ്റ് ക്ഷീണിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും എസ് എം സി ബാക്കിൽ തന്നെയായിരുന്നു. സെയിം തന്നെയാണ്. എ വി സി കുറഞ്ഞ സമയത്ത് എസ് എം സി ബാക്കിൽ തന്നെയായിരുന്നു. അടുത്തത്, വെൻ എ വി സി റൈസസ്, ഇവൻ ബാക്കിലേ ഉള്ളൂ, ഞാൻ കുറച്ച് സ്പീഡിന് ഓടാമെന്ന് പറഞ്ഞിട്ട് എ വി സി എന്താ ചെയ്യുകയാണ്? കുറച്ച് സ്പീഡിന് ഓടാമെന്ന് പറഞ്ഞ് എ വി സി റൈസ് ചെയ്യുമ്പോഴത്തേക്കും, എ വി സി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും എസ് എം സി എന്ത് ചെയ്യുന്നറിയോ? ഒരൊറ്റ ജും എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടമാണത്. എസ് എം സി കൂടി. സിമ്പിൾ ലോജിക്കാണ്. ഓട്ട മത്സരത്തിനാണെന്ന് വിചാരിക്കുക രണ്ടുപേരും. അപ്പം എ വി സി ഫസ്റ്റ് തളർന്നു, ഫോളോ ചെയ്തു. എ വി സി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എസ് എം സി എന്താണ്? പുറകിൽ തന്നെയാണ്. എന്നാൽ കുറച്ച് സ്പീഡ് കൂട്ടാമെന്ന് വെച്ചിട്ട് എ വി സി എന്ത് ചെയ്തു? സ്പീഡ് കൂട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എസ് എം സി എ വി സിനെ കടത്തി വെട്ടി മുകളിലേക്ക് പോയി. സിമ്പിൾ ലോജിക്കാണ്. എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എ വി സി ഫ്രം ബിലോ. എ വി സിയുടെ മിനിമം പോയിന്റിൽ കട്ട് ചെയ്തിട്ടാണ് എസ് എം സി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എവിടെയെങ്കിലും എസ് എം സി എസ് എ സി എ വി സി വരച്ച് വയ്ക്കാൻ പറ്റത്തില്ല. എന്താണ്? എസ് എം സി കട്ട് ചെയ്യുന്നത് എ വി സിയുടെ മിനിമം പോയിന്റിലാണ്. സോ എ വി സിയുടെ മിനിമം പോയിന്റിലൂടെയാണ് ആര് കട്ട് ചെയ്യുന്നത്? എസ് എം സി കട്ട് ചെയ്യുന്നത്. സെയിം തന്നെയാണ് എസ് എ സി എസ് എം സിയുമുള്ള റിലേഷൻഷിപ്പ്. എസ് എം സിയും എസ് എ സിയും ആദ്യമേ കുറഞ്ഞിട്ട് പിന്നെ കൂടുന്ന ആൾക്കാരാണ്. ഇനി എന്താണ്? വെൻ എസ് എ സി ഫോൾസ് എസ് എം സി വിൽ ബി ലെസ് ദാൻ എസ് എ സി. ഇവിടെ എസ് എ സി എന്താണ്? ഫോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും, കുറയാൻ തുടങ്ങുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എസ് എം സി ബാക്കിലായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് എസ് എ സി കുറച്ച് സ്പീഡ് കൂട്ടാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങടേയും വന്നപ്പോൾ എസ് എം സി എന്ത് ചെയ്തു? എസ് എ സിനെ കടത്തി വെട്ടി മുകളിലേക്ക് പോയി. സിമ്പിൾ. ഓക്കെ, പിന്നെന്താണ്? അതാണ് എസ് എം സി കട്ട്സ് ദ മിനിമം പോയിന്റ് ഓഫ് എസ് എ സി ഫ്രം ബിലോ. നേരത്തെ പറഞ്ഞു അതാണ്. എസ് എ സിയുടെ മിനിമം പോയിന്റിലൂടെയാണ് എസ് എം സി പോകുന്നത്. സോ എ വി സിയുടെയും എസ് എ സിയുടെയും മിനിമം പോയിന്റിലൂടെ മാത്രമാണ് എസ് എം സി കട്ട് ചെയ്യുന്നത്. ഇവിടെ എ വി സി ഉണ്ടെന്നുണ്ടെങ്കിൽ എ വി സി ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ആയിരിക്കും വരിക. മിനിമം പോയിന്റിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് വരയ്ക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി എസ് എ സിയും എ വി സിയും ഇവർ രണ്ടുപേരും രണ്ടിങ്ങനെ ഇരിക്കുന്ന കർവ്, ഒരു ടിക്ക് ഷേപ്പിലെ കർവാണ് എസ് എം സി എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുള്ള റിലേഷൻഷിപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. മക്കളെ നോക്കിക്കോ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് എ സി ആൻഡ് എ വി സി കർവ് വിൽ ബി ഈക്വൽ ടു എ എഫ് സി ഓഫ് ദറ്റ് ഔട്ട്പുട്ട്. അതായത് ഇപ്പം ഇത് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എ എഫ് സി എന്ന് പറയുന്നത് ഇവിടെയുള്ള എ വി സിയുടെയും എസ് എ സിയുടെയും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കറക്റ്റ് നമ്മൾ പോയിന്റ് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു എ എഫ് സി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എസ് എ സിയുടെയും എ വി സിയുടെയും ഡിഫറൻസ് ആയിരിക്കും ഈ എ എഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാ പോയിന്റും മക്കൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി തരൂലേ? ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇവർ തമ്മിലുള്ള ഫസ്റ്റ് പോയിന്റ്. നോക്കിക്കേ, രണ്ടാമത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് എ സി ആൻഡ് എ വി സി ഡിക്രീസസ് ആസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് 1 2 3 4 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര അകലമായിരുന്നു, ഭയങ്കര വഴക്കിലായിരുന്നു. കുറച്ച് സമയത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്നേഹത്തിലായി അല്ലേ, ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അപ്പം ഔട്ട്പുട്ട് കൂടുമ്പോൾ അവർ തമ്മിൽ ഡിസ്റ്റൻസ് വലുതാണ്. ഔട്ട്പുട്ട് കൂടി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്? അവർ തമ്മിൽ ഡിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. ഇനി the minimum point of ABC curve is on the left of minimum point of SAC. ABCയുടെ മിനിമം പോയിന്റ് ഏതാണ്? ഇതല്ലേ? SACയുടെ മിനിമം പോയിന്റ് ഏതാണ്? ഇവിടെ ആയിട്ട് വരും, ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതെന്താണ്? എസ് എ സിയുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എ വി സിയുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എസ് എ സിയുടെ ലെഫ്റ്റിലാണ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് സൈഡിലല്ലേ? അപ്പം എന്താണ്? എ വി സിയുടെ മിനിമം പോയിന്റ് എസ് എ സിയുടെ ഇടത് ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡിലാണ്. ദ മിനിമം പോയിന്റ് ഓഫ് എ വി സി കർവിൻ്റെ മിനിമം പോയിന്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് മിനിമം പോയിന്റ് ഓഫ് എസ് എ സിയുടെ മിനിമം പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്.
സിമ്പിളായിട്ട് പഠിച്ചില്ലേ? SACയും AVCയും തമ്മിലുള്ള ബന്ധം നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പഠിച്ചത്. ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. എന്താ അത്? SMCയും SACയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ AC ആൻഡ് MC. AC എന്ന് പറയുന്നത് SAC തന്നെയാണ്, MC എന്ന് പറയുന്നത് SMC തന്നെയാണ്. SMCയും ACയും എന്താണെന്ന് എഴുതാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ലോജിക്കിൽ ഞാൻ പറഞ്ഞുതരാം. മക്കളെ, AC എന്ന് പറയുന്നത് എന്താണ്? 10 സോപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ നമുക്ക് ചിലവായി? 50 രൂപ ചിലവായി എന്ന് വിചാരിക്കുക. എങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവായി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? 50/10 അല്ലേ? അതാണ് AC എന്ന് പറയുന്നത്. 10 സോപ്പ് ഉണ്ടാക്കാൻ 50 രൂപയായെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപയാണ് എന്നുള്ളതാണ്. ഇത് നോക്കിക്കേ, MC എന്താണ്? 10 സോപ്പ് ഉണ്ടാക്കാൻ 50 രൂപ ചിലവായി. ഓക്കെ, 11ാമതൊരു സോപ്പ് കൂടെ ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? MC എന്ന് പറയുന്നത്. എത്ര അഡീഷണൽ കോസ്റ്റ് വരുന്നു, അതാണ് MC. എത്ര ഒരെണ്ണത്തിന് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് എത്രയാണ്, അതാണ് ഔട്ട്പുട്ട് അല്ല, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, അതാണ് AC എന്ന് പറയുന്നത്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാം ഐഡൻറ്റിഫൈ എനി ടു റിലേഷൻഷിപ്പ്. നേരത്തെ പഠിച്ചതേ ഉള്ളൂ, ഒന്ന് പറയാം. എന്താ? SMC കട്ട്സ് ടു ദ മിനിമം പോയിന്റ് ഓഫ് SAC. SACയുടെ മിനിമം പോയിന്റിലൂടെയാണ് SMC പോകുന്നത്. പിന്നെന്താണ്? വെൻ SMC റൈസസ് AC വിൽ ബി ലെസ് ദാൻ SMC. ആദ്യമേ രണ്ടുപേരും കുറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം എന്താണ്? AC ആണ് കൂടുതൽ. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ പറ്റും. നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചാൽ മതി. 4 റിലേഷൻഷിപ്പ് പഠിച്ചു, ഏതെങ്കിലും 2 മാത്രം എഴുതിയാൽ മതി. മക്കളെ, സിമ്പിൾ അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? TP, AP, MP. അതിൽ TPയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, MPയും APയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി കോസ്റ്റ് കർവിലേക്ക് വരുമ്പോഴത്തേക്കും TC, TVC, TFC, അവർ 3 പേരും എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, അവരുടെ ഷേപ്പ് ഒക്കെ പഠിച്ചു. AFC റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എടുത്ത് പറയുന്നത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. MCക്ക് ചോദിക്കും ഏത് ഷേപ്പാണ് AFCയുടെ എന്നുള്ളത്. എഴുതുക, റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിച്ച നമ്മൾ എന്താണ്? SAC, SMC, AVC തമ്മിലുള്ള ബന്ധം. അതിൽ SMCയും SACയും, SMCയും AVCയും. പിന്നെ 2 പേരാണ് SACയും AVCയും. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പഠിച്ചു. കർവൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കി ക്വസ്റ്റ്യന് നമ്മൾ വർക്കൗട്ട് ചെയ്തു. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓണം എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും മക്കളെല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.